ഞാൻവാബിയിൽ മൂന്നാം ദിവസവും പൂജ തുടർന്ന ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് പുലർച്ചെയും വ്യാസ്റ്റിക തിക്കാനയിൽ പൂജ നടന്നു. ഹിന്ദുക്കളുടെ ആരാധന തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഹർജി തള്ളിയിരുന്നത്. അതിനുശേഷവും പൂജ തുടരാനുള്ള അനുമതി നൽകിയിരുന്നു. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു. ഹൈക്കോടതി ഏതായാലും ആ ഹർജി പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഏതായാലും പൂജ ഇപ്പോഴും തുടരുന്നു അല്ലേ? അതുതന്നെയാണ്. അതായത് മൂന്നാം ദിവസമായ ഇന്നും ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഞാൻവാബിയിലെ തെക്കേ നിലവറയായിട്ടുള്ള വ്യാസ്ജി കി തിഖാനയിൽ ഹൈന്ദവ വിശ്വാസികൾ പൂജ നടത്തി എന്നുള്ളതാണ്. ഇന്നലെ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. നേരത്തെ രാജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മസ്ജിദ് കമ്മിറ്റി ഈ പൂജ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതിയിൽ സമീപിക്കൂ എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ തീരുമാനം. ഇതേ തുടർന്ന് അലഹബാദ് ഹൈക്കോടതി ഇന്നലെ മുസ്ലിം കക്ഷികളുടെയും ഒപ്പം മസ്ജിദ് കമ്മിറ്റിയുടെയും ആവശ്യം പരിഗണിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. വ്യാസ്കി തിഖാനയിൽ ഹിന്ദുക്കൾ പൂജ നടത്തട്ടെ എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ച അലഹബാദ് ഹൈക്കോടതി മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി തള്ളുകയും ഒപ്പം ഈ ഞാൻവാബിയിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശത്തും ക്രമസമാധാന പാലനം അത് കൃത്യമായി ഉറപ്പുവരുത്താൻ UP സർക്കാർ തയ്യാറാകണം എന്ന ഒരു ഉത്തരവ് കൂടി അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും പുലർച്ചെ ഈ തെക്കേ നിലവറയായിട്ടുള്ള വ്യാസ്ജി കി തിഖാനയിൽ ഹിന്ദുമത വിശ്വാസികൾ പൂജ നടത്തി. ജനുവരി മാസം 31-ാം തീയതി വൈകുന്നേരമാണ് വാരണാസി ജില്ലാ കോടതിയുടെ ചരിത്രപരമായ വിധിപ്രസ്താവം ഉണ്ടായത്. 1993 വരെ ഹിന്ദുക്കൾ ആരാധന നടത്തിയ ഈ നിലവറ വീണ്ടും തുറന്നു കൊടുക്കണമെന്നും അവിടെ ഹിന്ദുക്കൾക്ക് പൂജയും അതോടൊപ്പം തന്നെ മറ്റ് ആചാര പദ്ധതികളും പുനഃസ്ഥാപിക്കുവാനുള്ള അവകാശമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു ജനുവരി 31 വൈകുന്നേരം ചരിത്രപരമായ വിധിപ്രസ്താവം വാരണാസി ജില്ലാ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അന്ന് തന്നെ കോടതി മറ്റൊരു കാര്യം കൂടി ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചത് 7 ദിവസത്തിനകം ഹിന്ദുക്കൾക്ക് അവിടെ ആരാധന നടത്തുവാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നൊരു നിർദ്ദേശം കൂടി ആ ഒരു ഉത്തരവിലുണ്ടായിരുന്നു. അന്ന് അർദ്ധരാത്രിയിൽ തന്നെ വാരണാസി ജില്ലാ ഭരണകൂടം അവിടെ പൂജയ്ക്ക് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചു. പിന്നീട് ഫെബ്രുവരി മാസം 1-ാം തീയതി പുലർച്ചെ വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ 2 പ്രധാനപ്പെട്ട പൂജാരിമാരുടെ നേതൃത്വത്തിലാണ് 1-ാമത്തെ ദിവസം പൂജ നടന്നത്. അതിപ്പോൾ 3-ാം ദിവസവും തുടരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം. മസ്ജിദ് കമ്മിറ്റിയുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് അവിടെ ഹൈന്ദവ വിശ്വാസികളുടെ പൂജ തുടരുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു 1993 വരെ ഞാൻവാബിയിലെ ഈ നിലവറകൾക്കകത്ത് ഹിന്ദുക്കൾ പൂജ നടത്തിയതാണ്. പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുകളിലാണ് ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ അവിടെ മുഗൾ ഭരണകൂടം ക്ഷേത്രം നിർമ്മിച്ചത് എന്നതാണ് ഹൈന്ദവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നേരത്തെ അഭിഭാഷക കമ്മീഷനുമെല്ലാം ഈ കാര്യം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് വ്യാസ്ജി കി തിഖാനയിൽ പൂജ നടത്തുവാനുള്ള അനുമതി കോടതി ഹിന്ദുക്കൾക്ക് നൽകിയത്. രാജീവ്, യെസ്, ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.